ഷഹബാസ് എന്ന കുഞ്ഞനുജനെ മൃഗീയമായി കൊലപ്പെടുത്തിയ ആ 5 കുട്ടികൾക്കൊഴികെ ഇന്ന് SSLC എക്സാം എഴുതുന്ന മുഴുവൻ കൂട്ടുകാർക്കും എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. വെളിമാടുകുന്ന് ജുവനൈൽ ജസ്റ്റിസ് ഹോമിന് തൊട്ടടുത്തുള്ള ആ സെന്ററിൽ ഇന്ന് ആ 5 കുട്ടികളും നല്ല അന്തസ്സായിട്ട് പരീക്ഷ എഴുതും, അതും പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി. മനസാക്ഷി കുത്തുകൊണ്ടൊന്ന് ചോദിക്കട്ടെ, സാധാരണ കോളേജുകളിലൊക്കെ കോപ്പി അടിച്ച് പിടിക്കപ്പെട്ടാൽ ഡീബാർ ചെയ്ത് പരീക്ഷ എഴുതിക്കാതിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. പിന്നെ 2-3 വർഷത്തേക്ക് ഉടനെ ഒന്നും പരീക്ഷ എഴുതാൻ കഴിയുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതേണ്ടതുമില്ല. ഇതിപ്പോ കൊലപാതകത്തെക്കാൾ വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് കോപ്പി അടിച്ച് പിടിക്കപ്പെട്ടാൽ എന്ന് ഇന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പാവം ഷഹബാസ് എന്ന ആ പൊന്നനുജനും ഇന്ന് ഈ SSLC എക്സാം എഴുതാൻ വേണ്ടി സ്വപ്നം കണ്ടു നടന്ന ആളാണ്. അവന്റെ സ്വപ്ന ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തിയവരുടെ കൈകളിലെ ചോരക്കറകൾ ഉണങ്ങും മുമ്പ് തന്നെ അവരെ ഇന്ന് പരീക്ഷാ ഹാളിലേക്ക് പറഞ്ഞയക്കാൻ പാടില്ലായിരുന്നു. ശിക്ഷയായിട്ടൊന്നുമല്ല, വളരെ ചെറിയൊരു ശതമാനമെങ്കിലും കുട്ടികൾ ഇത്തരത്തിലുള്ള മനോഭാവം വെച്ച് പുലർത്തുമ്പോൾ നമ്മുടെ നിയമ സംവിധാനങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ ഇത്ര തന്നെ ഉള്ളൂ എന്നൊരു തോന്നൽ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് പഠനങ്ങൾ പോലും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 വിഷയങ്ങൾക്ക് നിർബന്ധമായിട്ടും ഫുൾ A+ വാങ്ങിക്കോളൂ, പക്ഷേ ജീവിതത്തിൽ ഉടനീളം ഫുൾ A+ വാങ്ങാൻ പറ്റുന്നതായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ലക്ഷ്യമെന്ന് പ്രത്യേകമായിട്ട് എല്ലാവരും ഓർക്കണം.